നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകേണ്ട അടിസ്ഥാന മൂലകങ്ങളെ കൊടുക്കാൻ നമുക്ക് കഴിയുന്നില്ല. നമ്മൾ നാവിന് ഗുണമുള്ളത് മാത്രമാണ് കഴിക്കുന്നത്. നാവിന് നല്ലതാണ് തോന്നുന്നത് കഴിക്കുക. അത് ശരീരത്തിന് അങ്ങോട്ട് സ്വീകരിക്കാൻ കഴിയില്ല. അങ്ങനത്തെ സാധനങ്ങൾ ഇന്ന് കഴിക്കണം. നമ്മൾ നാവിന് രസമാണെന്ന് തോന്നിയതൊക്കെ കഴിക്കുക. അതുകൊണ്ടുണ്ടാകുന്ന അതുകൊണ്ട് ശരീരത്തിൽ വിഷാംശം അടിഞ്ഞുകൂടും. ഇപ്പോൾ അർബുദങ്ങൾ, ക്യാൻസർ ഇന്ന് വളരെ കൂടുതലാണ് പെണ്ണുങ്ങൾക്കിടയിൽ ഉണ്ടാവുന്ന. പിന്നെ അമിതമായ പലതും ഇന്നലെ ഇപ്പോൾ വൈകുന്നേരം ഞാനും ഈ ഇരിക്കുന്ന മോസക്കുട്ടി ഒരു രോഗം ചർച്ച ചെയ്തു. ആ രോഗത്തിൻ്റെ അടിസ്ഥാന കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ അതറിയുന്ന ഒരു വൈദ്യനുമായി ആവശ്യം സംസാരിച്ചപ്പോൾ പറഞ്ഞു അമിതമായ ഇറച്ചി ഉപയോഗം. ഇനി കാലങ്ങളോളം ഇറച്ചി ഉപയോഗിക്കരുത്. പകരം ഇനി കിഴങ്ങും മറ്റും കഴിച്ചിട്ട് അത് പുറത്തേക്ക് പോകണം. പ്രായമായപ്പോഴാണത് ബോധ്യപ്പെടുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു കാലത്ത് അമിതമായി ഇറച്ചി ഉപയോഗിച്ചു. അപ്പോൾ ഈ ഇങ്ങനത്തെ ഇത് പറയുമ്പോൾ ഇത് ഇപ്പോൾ ഉദാഹരണം പറയപ്പം അവരെ കുടുംബത്തിൽപ്പെട്ട ഒരാളെ കുറിച്ചുള്ള ഒരു പഠനമാണ് ഇപ്പോൾ ഈ പറഞ്ഞത്. ഇത് ഒരു രോഗം. ആ രോഗത്തെക്കുറിച്ച് ഗൗരവമായൊരു പഠനം നടത്തിയപ്പോൾ അമിതമായ ഇറച്ചി ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ നിഷേധിച്ചു, ഇല്ലയെന്ന്. അപ്പോൾ ഈ പറഞ്ഞ ചികിത്സാരി പിന്നെ പറഞ്ഞ് ഉപയോഗിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എങ്ങനെ വരില്ല. അപ്പോൾ അവർ ഓർത്ത് നോക്കി, ഉണ്ട്. അത് ഏകദേശം 45 കൊല്ലം മുമ്പാണ്. ഈ 45 കൊല്ലം മുമ്പ് അമിതമായി ഇറച്ചി ഉപയോഗിച്ചതിൻ്റെ കാരണം എന്താ? കുടുംബം ഇറച്ചി കച്ചവടക്കാരാണ്. മനസ്സിലായില്ല? അക്കാലത്ത് ഇറച്ചി കച്ചവടക്കാർ ആകുമ്പോൾ വീട്ടിൽ അരിയില്ലെങ്കിലും എന്തുണ്ടാവും? ഇറച്ചി എല്ലാ നേരം ഉണ്ടാവും. ദിവസം ഇറച്ചി കച്ചവടം ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ ഇറച്ചി എന്ന് അവർക്ക് കിട്ടും. അപ്പം കിട്ടുന്നതൊക്കെ ചോറ് തിന്നതിന് പകരം ഇറച്ചി തിന്നും. എന്നാണ് കഴിച്ചത് 45-50 കൊല്ലത്തിനുള്ളിലാണ് അതായത് 45 കൊല്ലത്തിന് അപ്പുറം കഴിച്ചത്. ഇപ്പോൾ വയസ്സായി. ഇപ്പം എന്താ പ്രശ്നം? ഇപ്പോൾ ശരീരത്തിൽ വലിയ പ്രശ്നം. ശരീരത്തിൻ്റെ എല്ലുമായി ചേർന്ന് നിൽക്കുന്ന മാംസത്തിൻ്റെ കരുത്ത് നഷ്ടപ്പെട്ടു പോയി. എപ്പോഴും മാംസം പൊതിഞ്ഞു നിൽക്കണം. എന്തിന്? എല്ലിന്. ആ ഗുണം ഈ പാവപ്പെട്ട മനുഷ്യൻ്റെ ശരീരത്തിന് നഷ്ടപ്പെട്ടു. അപ്പം മാംസം വിട്ടു നിൽക്കുകയാണ്. എന്തിൽ നിന്ന്? എല്ലിൽ നിന്ന്. അപ്പം ഇനി ഉണ്ടാകാത്ത രോഗമില്ല. എണീറ്റ് നടക്കാനും വയ്യ. ഇത് ഒരു കാലത്ത് ചെയ്തത് 50 കൊല്ലം കഴിഞ്ഞപ്പോൾ പുറത്തു വരുന്നത്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, നമ്മൾക്ക് ഇറച്ചി കഴിക്കാം. ഇറച്ചിയിലുള്ള ചില എൻസൈമുകൾ മനുഷ്യന് വളരെ ഗുണകരമായ സംഗതിയാണ്. പക്ഷേ അതിനൊരു പരിധിയുണ്ട്. ഇന്നിപ്പോൾ നമുക്ക് ഇറച്ചി കഴിക്കുന്നതിന് ഒരു പരിധിയില്ല. ഇറച്ചി കഴിക്കുന്നതിന് പരിധിയില്ല. നമ്മൾ ഇത് വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. ഇപ്പം ഞാൻ ഇപ്പോൾ 10 മിനിറ്റ് മുമ്പ് ഞാൻ ഇവിടെ പറഞ്ഞ ഒരു വാക്ക് നിങ്ങൾ ഗൗരവമായി ചിന്തിക്കണം. അതായത് പഴയ കാലത്ത് ഒരാൾക്ക് എണീറ്റാൽ പിന്നെ ഉറക്കില്ല. ഇന്ന് കുട്ടികൾക്ക് നേരം വെളുത്താലും എണീക്കാനും വയ്യ, ഉറക്കും തീരുന്നില്ല. നേരം വെളുത്തുമ്പോൾ പഠിക്കാമെന്ന് വിചാരിച്ച് കിടക്കുന്ന കുട്ടിക്ക് നേരം വെളുത്ത് എണീറ്റിൽ പഠിക്കാൻ വയ്യ. എന്താ കാരണം? ഭക്ഷണം. എണീക്കാൻ വയ്യ. എന്താണ് പ്രധാനപ്പെട്ട കാരണം? പ്രധാനപ്പെട്ട കാരണം കുടലിൽ അടിഞ്ഞുകൂടിയ മാലിന്യങ്ങൾ അത് പുറത്തേക്കോട്ട് പോവില്ല. കഴിക്കുന്ന ഭക്ഷണം വയറ്റിന്ന് പോകുന്നതാണ് എങ്കിൽ നേരം വെളുക്കങ്ങലത്ത് ഉറക്കില്ലാതെയാവും. കാരണം എണീറ്റിട്ട് വേഗം ഈ കുടലിൻ്റെ ഉള്ളിൽ നിന്ന് ആമാശയത്തിനുള്ളിലുള്ള വിളി മുട്ട് നമ്മളെ നിർബന്ധമായും കക്കൂസിലേക്ക് ആക്കും. ഇന്നിപ്പോൾ കക്കൂസിലേക്ക് 2 അടി വെച്ചാൽ മതി. പണ്ട് 2 അടി വെച്ചാൽ പോരാ. പണ്ട് വെളുപ്പാൻ കാലത്ത് പുറത്തേക്ക് പോകണം, അല്ലേ? അങ്ങനെയല്ലേ? പറമ്പിൻ്റെ മൂലക്കൊക്കെ പോകണം. പോയി ശുദ്ധീകരിച്ച് വരുമ്പോഴത്തേന് ഈ മനുഷ്യൻ എന്ത് പോയി? ഉറക്കും. ഇനി അത് ഉറക്കും. പിന്നെ തഹജ്ജുദ് നിസ്കരിക്കാനോ സുബഹി നിസ്കരിക്കാനോ ഇനി എന്തെങ്കിലും പഠിക്കാനോ ഇനി പാടത്തേക്ക് പോകാനോ ആ നേരത്തെ പാടത്ത് പോയി വെള്ളം തുറന്നിട്ട് കൃത്യമാക്കിയിട്ടാണ് പള്ളിലേക്ക് പോകുക. ഇന്ത്യ അങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ. അത് നേരം വെളുത്ത് സുബഹി നിസ്കരിച്ച് വരുമ്പോഴത്തേന് പാടത്തെ വെള്ളം പാകാവും. പിന്നെ കന്നുകൂട്ടാൻ എളുപ്പമാണ്. നേരത്തെ ഉറങ്ങുകയും ചെയ്യും. ഇന്നിപ്പോൾ നേരത്തെ ഉറങ്ങിയാൽ എണീക്കാൻ വയ്യ. എന്തുകൊണ്ട്? മലബന്ധമുള്ള ഒരാൾക്ക് ഒരു സുഖം ഉണ്ടാവില്ല. ഈ ലോകത്തെ ഏറ്റവും വലിയ പ്രയാസം മലബന്ധമാണ്.
വയറിനേക്കാൾ മനുഷ്യനെ ദ്രോഹിക്കുന്നൊരു സാധനമല്ലാണ് പുണ്യ റസൂൽ പറഞ്ഞു. വയറിനേക്കാൾ മനുഷ്യനെ ദ്രോഹിക്കുന്ന വേറൊരു സാധനമില്ല. മനുഷ്യനെ ഏറ്റവും ദ്രോഹിക്കുന്ന സാധനം അവൻ്റെ വയറാണ്. അവനേറ്റവും അപകടകാരി അവൻ്റെ വയറാണ്. മനുഷ്യൻ്റെ ശരീരത്തിൽ അവനെ വയറ് പോലെ അവനെ ദ്രോഹിക്കുന്ന വേറൊന്നില്ല. വയറ് നേരെയായാലോ, വയറ് നേരെയാൽ തലച്ചോറ് നേരെയാവും, കൈ നേരെയാവും, കാല് നേരെയാവും, മനസ്സ് നേരെയാവും, ഒക്കെ നേരെയാവും. തിന്നാനൊന്നുമില്ല, പക്ഷെ റാഹത്താണ്. എന്തിനാ തിന്നാനുണ്ടാവണ്? ഒക്കെ റാഹത്താണ്. കുറച്ച് വെള്ളം എണീറ്റ് കുടിച്ചു, റാഹത്തന്നെ, സന്തോഷം. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് നമുക്ക് തിന്നാനില്ലെങ്കിലും വയറ്റിലുണ്ട്, വയറ് വീർത്തുകൊണ്ടാണ്. എന്താ കാരണം? മാലിന്യം. എന്താ മാലിന്യത്തിന് അടിസ്ഥാന കാരണം? നമ്മുടെ നാട്ടിൽ പരമ്പരാഗതമായി നമ്മളെ ബാപ്പാര് വല്യാപ്പാര് ആയിരക്കണക്കായ വർഷങ്ങളായി ഉപയോഗിച്ച ഭക്ഷണ സാധനങ്ങൾ ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്നില്ല. ഇപ്പം ഞാൻ ഇന്നലെ എൻ്റെ വീട്ടിൽ താളാണ് ഉച്ചക്ക് ഭക്ഷണം. താള് ഞാനും അവളും കഴിച്ചു, വേറെ ആളില്ല. സ്കൂളിൽ വിട്ട് വന്ന കുട്ടികൾക്ക് ചോറ് താളും കറുമൂസയും കൊടുത്തു. അവർക്ക് വേണ്ട. അവർക്ക് വേണ്ട. എന്താ ഈ സാധനത്തിൻ്റെ ഗുണം? വെച്ചെടുത്ത ചെറിയ ഒരു അപാകത പറ്റിയതുകൊണ്ട് ലേശം മറ്റേ ഇതുണ്ട്, എന്താ പറയുക, കയ്പല്ല, മറ്റേ അണ്ണാക്കിലെ ചൊറിച്ചിൽ, ഇവിടെ ചൊറിച്ചിലുണ്ട്. ഞാനതൊന്നും കാര്യമാക്കിയില്ല, ഞാനത് പള്ള നിറച്ചു. കാരണം ഇതുപോലത്തെ ഒരു സാധനം വേറില്ല. ഈ ചൊറിച്ചിൽ കുഴപ്പമൊന്നുമില്ല. ചൊറിച്ചിലാകെ നമുക്ക് അനുഭവപ്പെടുക ഈ സ്ഥലത്താണ്. ഇവിടെ അങ്ങോട്ട് കൊല്ലിയിൽ കുറച്ച് നേരം, കുറച്ച് ദൂരം, അത് കുറച്ച് നേരം ഉണ്ടാവും. അത് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് മോരോ മറ്റോ കുടിച്ചാൽ അത് തീരും ചെയ്യും. അത് അതിൽ കട്ടുണ്ടാവും, വന്ന് ഊറ്റിയെടുക്കേണ്ടി വരും. പിന്നെ പുളി കുറച്ച് കൂട്ടണം, അല്ലെങ്കിൽ മോര് കൂട്ടണം. അതില്ലാതെ ആവുമ്പോഴാണ് പ്രശ്നമുള്ളത്. എന്താ പറഞ്ഞത്? ഇപ്പോൾ ഒരു 10 പൈസ വേണ്ട, 10 പൈസ വേണ്ട കൂട്ടാൻ. എന്തിനാ 10 പൈസ വേണ്ട? കുറച്ച് അരി കരിയിലുണ്ടായാൽ മതി. മിഥുനം, കർക്കിടകം, ചിങ്ങം മാസങ്ങളിൽ നമുക്ക് 10 പൈസ ഉണ്ട്. എന്തുകൊണ്ട്? താളില്ലാത്തൊരു സ്ഥലമില്ല, എല്ലായിടത്തും താളില്ലേ. അതേപോലെ തന്നെ കർമൂസൻ്റെ ഒരു തൈ ഉണ്ടെങ്കിൽ ഒരു കുടുംബത്തിന് മതി. എത്രയായിരുന്നു ഉണ്ടാകുക? പക്ഷെ അതൊന്നും കുട്ടിയൊക്കെ വേണ്ട. കുട്ടിയൊക്കെ കർമൂസ ഇനി പഴുത്താൽ ചിലർ കഴിച്ചാലും അതിൻ്റെ കറിയോ കൂട്ടാനോ കഴിക്കൂല. സത്യം. എന്താ അതിൻ്റെ ഔഷധ ഗുണം? അപ്പോൾ ഇതാണ് ഇപ്പോൾ ഓക്സ്ഫോർഡ്, കേംബ്രിഡ്ജ് ഒക്കെ പോലെയുള്ള വളരെ പ്രധാനപ്പെട്ട ചേമ്പിൽ നിന്ന് അതിൻ്റെ എക്സ്ട്രാക്റ്റ് ഏറ്റവും മാരകമായ സ്തനാർബുദ കോശങ്ങൾ ശരീരത്തിലേക്ക് മറ്റു ഭാഗങ്ങൾക്ക് പടരുന്നത് ശക്തമായി തടയുന്നതായി കണ്ടെത്തി. ക്യാൻസർ ചികിത്സയിൽ ഏറ്റവും പ്രതിരോധമായ ഔഷധമാണ് ചേമ്പ്. ക്യാൻസർ ചികിത്സയിലെ ഏറ്റവും ഒരു പ്രതിരോധ ഔഷധം ചേമ്പാണ്. ക്യാൻസർ ഇല്ലാതാക്കാൻ, തടിയിൽ ക്യാൻസർ ഇല്ലാതാക്കാൻ ചേമ്പിന് കഴിയും. അത് ഉണ്ടാവില്ല. അതിൽ എന്തുകൊണ്ടുണ്ടാവില്ല? വിഷാംശങ്ങൾ പുറത്തേക്ക് തള്ളും. ചേന തള്ളും, ചേമ്പ് തള്ളും, കാച്ചിൽ തള്ളും. ഒന്നും കെട്ടിക്കിടക്കൂല. ഇപ്പം ഇന്നലെ താള് കഴിച്ചുകൊണ്ടുള്ള ഗുണം എനിക്കറിയാം. എന്താ ഗുണം? 3 മണി കഴിഞ്ഞപ്പോഴത്തേന് വയറ്റിന് ഗുണം തോന്നി. അതുകൊണ്ട് പിന്നെ എണീറ്റ് വയറ്റിന് പോയി. പിന്നെ ഒന്നും വിഷമല്ല. നമ്മളെ കാര്യങ്ങളും ഒക്കെ വൃത്തിയായി നടന്നു. അതേ സമയത്ത് ഇന്നലെ ഞാൻ ആ പഴയ മറ്റേ പുതിയ പീടിയിൽ നിന്നുണ്ടാകുന്ന കോഴിയെ കഴിച്ച കിടന്നെങ്കിലും അവിടെ കിടക്കും. അതങ്ങനെ അവിടെ കെട്ടിക്കിടക്കും. പിന്നെ ഒരു സുഖം ഉണ്ടാവില്ല. ഫെഡറൽ യൂണിവേഴ്സിറ്റി ഓഫ് റിയോ ഡി ജനീറോയുടെ പഠനമനുസരിച്ച് ചേമ്പിൽ അടങ്ങിയിട്ടുള്ള ടാരിൻ എന്ന പ്രോട്ടീനും പോളിസാക്കറൈഡുകളും ശരീരത്തിൻ്റെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുകയും ട്യൂമർ കോശങ്ങളുടെ വളർച്ചയെ തടയുകയും ചെയ്യും. ചേമ്പിൽ അടങ്ങിയിട്ടുള്ള ടാരിൻ എന്ന പ്രോട്ടീൻ, അതേപോലെ തന്നെ
റൈഡുകളും ശരീരത്തിൻ്റെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുകയും ട്യൂമർ കോശങ്ങളുടെ വളർച്ചയെ തടയുകയും ചെയ്യും. അതായത് പിന്നെ ട്യൂമർ ഉണ്ടാവില്ല, ക്യാൻസർ ട്യൂമർ പോലെയുള്ളതിന് പരിഹാരമാണത്. ചീരയേക്കാൾ നല്ലതാണ് ചേമ്പിൻ്റെ ഇല. ചീരയേക്കാൾ പോഷക സമൃദ്ധമാണ് ചേമ്പിൻ്റെ ഇല എന്ന് പിൽക്കാലഘട്ടത്തിൽ പഠനം പുറത്തു വന്നിട്ടുണ്ട്. ആഗോള മെഡിക്കൽ ജേണലുകളിലെ ഗവേഷണ പഠനങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ചീരയുടെ ഇലയേക്കാൾ കൂടുതൽ പോഷക സമൃദ്ധമാണ് ചേമ്പിൻ്റെ ഇല. അത് രക്തസമ്മർദ്ദത്തെ തടയാൻ അതിന് കഴിയും. അതായത് ഹാർട്ട് അറ്റാക്ക് പോലെയുള്ള രോഗങ്ങൾ ഉണ്ടാവില്ല. ചേമ്പിലയിൽ സോഡിയവും പൊട്ടാസ്യവും തമ്മിലുള്ള അനുപാതം ഒരു കൃത്യതയിലാണ്. ശരീരത്തിലെ അമിതമായ ഉപ്പിൻ്റെ അളവ് കുറക്കാനും രക്തധമനികളെ വികസിപ്പിക്കാനും ഈ അനുപാതം സഹായിക്കും. ഇത് ഉയർന്ന രക്തസമ്മർദ്ദമുള്ളവർക്ക് ഏറ്റവും അനുയോജ്യമായ ഭക്ഷണമാണ്. അതായത് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവില്ല, ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവില്ല. അതൊക്കെ ഉള്ള ആളുകൾക്ക് അതിനെ മിതപ്പെടുത്താൻ അതിന് കഴിയും. ശക്തമായ ആൻറ്റി ഓക്സിഡൻറ്റുകളും കോശ സംരക്ഷണവും ഉണ്ട് ചേമ്പിനും ചേമ്പിൻ്റെ ഇലയിലുമെല്ലാം. ചേമ്പിലയിലെ ക്ലോറോജനിക് ആസിഡ്, അതേപോലെ തന്നെ കാറ്റച്ചിൻ, കൊർസെറ്റിൻ തുടങ്ങിയ പോളിഫെനോളുകളും ഫ്ലവനോയിഡുകളും ഉയർന്ന അളവിൽ അടങ്ങിയിട്ടുണ്ട്. ഈ സംയുക്ത ഘടകങ്ങൾ ശരീരത്തിലെ ഹാനികരമായ ഫ്രീ റാഡിക്കലുകളെ നിർവീര്യമാക്കുകയും ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയ്ക്കുകയും ചെയ്യുന്നു. ഹെൽത്ത് ലൈൻ റിപ്പോർട്ട് പ്രകാരം ഇത് അകാല വാർദ്ധക്യം തടയും, ക്യാൻസറിലേക്ക് നയിക്കുന്ന കോശമാറ്റങ്ങളെ പ്രതിരോധിക്കും. അപ്പോൾ വയസ്സാകാതെ തന്നെ വൃദ്ധനായി തോന്നുക, അതിപ്പോൾ ഇന്നത്തെ കാലത്തൊക്കെ സർവ്വസാധാരണയാണ്. വയസ്സിനേക്കാൾ കൂടുതലുള്ള ശരീരത്തിന് അത് വൃദ്ധന്മാരായി തോന്നുക, വൃദ്ധകളായി തോന്നുക. അതേപോലെ തന്നെ ക്യാൻസർ സാർവത്രികമാകുക, ഇതൊക്കെ പരിഹരിക്കാൻ ചേമ്പിൻ്റെ ഇല പോലെയുള്ള സാധനങ്ങൾക്ക് കഴിയും. അതേപോലെ തന്നെ പ്രമേഹം നിയന്ത്രിക്കാൻ ചേമ്പിനും ചേമ്പിൻ്റെ ഇലക്കും കഴിയും. ഇൻസുലിൻ പ്രതിരോധം ഇത് കോശങ്ങളെ ഇൻസുലിൻ പ്രതിരോധം കുറയ്ക്കുകയും ടൈപ്പ് 2 പ്രമേഹ രോഗികൾ ഭക്ഷണത്തിന് ശേഷം രക്തത്തിൽ ഗ്ലൂക്കോസ് ആഗിരണം ചെയ്യുന്നത് സാവധാനത്തിലാക്കുകയും ചെയ്യുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. അതായത് ചേമ്പ് ഇതൊക്കെ ചേമ്പിൻ്റെ ഇല ഇതൊക്കെ ഉപയോഗിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് പ്രമേഹം ഉയരൂല, ശരീരത്തിലുള്ള പഞ്ചസാരയുടെ അളവ് ഉയരൂല എന്ന്. ചേമ്പിലെ ശരീരത്തിന് സ്വന്തമായി നിർമ്മിക്കാൻ കഴിയാത്ത അമിനോ ആസിഡുകൾ മികച്ച അളവിൽ അടങ്ങിയ ഒരു സാധനമാണ് ചേമ്പിൻ്റെ ഇല. ശരീരത്തിന് സ്വയം അത് നിർമ്മിക്കാൻ കഴിയില്ല, പുറത്തുനിന്ന് കിട്ടണം. അത് കൊടുക്കാൻ ഈ ചേമ്പിൻ്റെ ഇലക്ക് കഴിയും. ഇത് പേശികളെ വളർച്ചയ്ക്ക്, കോശങ്ങളെ പുനരുജ്ജീവനത്തിന്, അതായത് ഒരു കോശം മരിച്ച അടുത്ത കോശം അവിടെ ആരോഗ്യവത്തായി ഉണ്ടാകണം. അതിനൊക്കെ ചേമ്പിൻ്റെ ഇലക്ക് ഇത്തരം ഗുണങ്ങളൊക്കെ കൊടുക്കാൻ കഴിയും. ചേമ്പ് കഷ്ണങ്ങളാക്കി പുഴുങ്ങി തേങ്ങയും കാന്താരി മുളകും ചതച്ചരച്ച് ചേർത്ത് വെളിച്ചെണ്ണയും കറിവേപ്പിലയും ഒഴിച്ച് കുഴച്ചെടുക്കുന്ന ഒരു വിഭവം. ഇത് പരമ്പരാഗതമായ നമ്മളൊരു ഭക്ഷണ പദാർത്ഥമാണ്. കഞ്ഞിയുടെ കൂടെയോ വൈകുന്നേരത്തെ പലഹാരമായോ കഴിക്കാം. ചേമ്പ് കഷ്ണങ്ങളായി പുഴുങ്ങി തേങ്ങയും കാന്താരി മുളകും ചതച്ചരച്ച് ചേർത്ത് വെളിച്ചെണ്ണയും കറിവേപ്പിലയും ഒഴിച്ച് കുഴച്ചെടുക്കുന്ന ഒരു വിഭവം. പെണ്ണുങ്ങൾക്കതൊക്കെ എളുപ്പത്തിലറിയും. അതേപോലെ തന്നെ നാടൻ താളുകറി, ചേമ്പിൻ്റെ തണ്ടും ഇലയും നാര് കളഞ്ഞ് ചെറുതായി അരിഞ്ഞ് വേവിച്ചെടുക്കുക. ഇതിലെ ചൊറിച്ചിൽ മാറാൻ വാളൻ പുളിയോ കൊടംപുളിയോ ചേർത്ത് തേങ്ങ അരച്ചൊഴിച്ച് കടുക് വറുക്കുന്ന പരമ്പരാഗതമായൊരു വിഭവം. അതാണ് താളുകറി. അതിൽ പുളി ചേർക്കുന്നിടത്ത് ചെറിയൊരു മിസ്റ്റേക്ക് ഇപ്പം ഇന്നലെ എൻ്റെ വീട്ടിൽ സംഭവിച്ചുകൊണ്ട് കുറച്ച് കൊല്ലി ഭാഗത്ത് കഴിക്കുമ്പോൾ ചെറിയൊരു ഒരു അസ്വസ്ഥത ഉണ്ടായി. അത് കുറച്ച് നേരം ഉണ്ടാവുള്ളൂ, പിന്നെ ഉണ്ടാവില്ല. അതേസമയത്ത് കുടംപുളിയോ വാളംപുളിയോ ഒക്കെ ഒന്ന് ലേശം ചേർത്തിരുന്നെങ്കിൽ അതുണ്ടാവില്ല. അങ്ങനെ ധാരാളം വിഭവങ്ങൾ, ചേമ്പിൻ്റെ വിഭവങ്ങൾ, ചേനയുടെ വിഭവങ്ങൾ. ചേമ്പ് നീളത്തിൽ അരിഞ്ഞ് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് വേവിച്ച ശേഷം ചതച്ച ചെറിയുള്ളിയും ചുവന്ന മുളകും വെളിച്ചെണ്ണയിൽ നന്നായി വഴറ്റി മരിച്ചെടുക്കുന്ന വിഭവം. ചോറിനൊപ്പം കഴിക്കാൻ പറ്റിയ മികച്ചൊരു ഭക്ഷണ പദാർത്ഥമാണത്. അതേപോലെ തന്നെ ചേമ്പിലെ തോരൻ. ചേമ്പിൻ്റെ ചെറിയ ഇല, പറ്റ മൂക്കാത്ത ചെറിയ ഇല ചെറുതായി എടുത്ത് അരിഞ്ഞ്, നേരത്തെ പറഞ്ഞില്ല ചീരയിൽ ഉണ്ടതിനേക്കാൾ കൂടുതൽ പോഷകം അടങ്ങിയതാണ് ചേമ്പിൻ്റെ ഇല. അതിൻ്റെ ചെറിയ ഇല, വലിയ പറ്റ മൂക്കാത്തത്. അപ്പോൾ അതിലുള്ള ഈ ചൊറിച്ചിൽ കുറവുണ്ടാവും.
ആ ചെറിയ തളിരല്ല, ചെറിയ ഇല, അതെടുത്തിട്ട് ചെറുതായി അരിയുക. എന്നിട്ട് ചിരകിയ തേങ്ങയും പച്ചമുളകും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ആവിയിൽ വേവിച്ചെടുക്കുക. ആ ഉപ്പേരി അത് പാകം ചെയ്യുമ്പോൾ നേരിയ തോതിൽ പുളിവെള്ളം തളിച്ചാൽ എന്നാൽ ആ ചൊറിച്ചിലുകൊണ്ട് ഒഴിവാക്കി കിട്ടും. അതിൽ ചീരയുള്ളതിനേക്കാൾ പോഷക സമൃദ്ധമാണിത്, ഇല്ലാത്ത ഗുണമാണ്. അതേപോലെ തന്നെ ചേമ്പിൻ്റെ മോര് കറി. ഉരുളക്കിഴങ്ങിന് പകരം ചേമ്പ് കഷ്ണങ്ങളായി മഞ്ഞളും പച്ചമുളകും ചേർത്ത് വേവിച്ച് തേങ്ങയും ജീരകവും അരച്ചതും പുളിയുള്ള മോരും ചേർത്ത് തയ്യാറാക്കുന്ന ഒരു വിഭവമാണ് ഈ ചേമ്പ് മോര് കറി. പുളിശ്ശേരി എന്നൊക്കെ നമ്മൾ പറയും. അതൊക്കെ ഉരുളക്കിഴങ്ങിന് പകരം ചേമ്പിനെ സ്ലൈസായിട്ട് അരിയുക. തേങ്ങ അരക്കാത്ത ലളിതമായി തയ്യാറാക്കുന്ന ഒരു ചേമ്പ് കറി. ചേമ്പ്, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, കറിവേപ്പില എന്നിവ ചേർത്ത് വേവിച്ച് ഒടുവിൽ അല്പം വെളിച്ചെണ്ണ മാത്രം ഒഴിച്ചിട്ട് കഞ്ഞിക്കൊപ്പം കഴിക്കുന്ന ഒരു ഭക്ഷണം. ധാരാളം ചേമ്പിൻ്റെ തോലൻ ഉണ്ടാക്കുക, ചേമ്പിൻ്റെ താളിൻ്റെ ഒക്കെ തണ്ട് മാത്രം തോല് കളഞ്ഞ് ചെറുതായി അരിഞ്ഞ് തേങ്ങയും ചെറിയുള്ളിയും ചേർത്ത് വരട്ടിയെടുക്കുക. അപ്പോൾ ഇതൊക്കെ പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം പഴയ ഇതൊക്കെ അറിയുന്ന ധാരാളം പെണ്ണുങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അവരോടൊന്ന് ചോദിച്ചാലും മതി, പുതിയ പെണ്ണുങ്ങൾക്ക്. ഇതൊക്കെ നമ്മൾ കൊണ്ട് നടന്നാൽ ആശുപത്രി കൊണ്ട് കിടക്കുന്ന പൈസ മാത്രമല്ല, ആരോഗ്യം വലിയ വിഷയമല്ലേ. ഇന്ന് വളരെ ഞാൻ പറഞ്ഞില്ലേ, സ്വന്തം ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു അലോപ്പതി ഗുളിക കഴിക്കാത്ത മനുഷ്യൻ്റെ നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. ജീവിതത്തിൽ അലോപ്പതി ഗുളിക കുടിച്ച ഒരു ഇംഗ്ലീഷ് ഗുളിക ജീവിതത്തെ കുറിച്ചിട്ടില്ല. ഗാന്ധിജി ജീവിതത്തിൽ ഇംഗ്ലീഷ് കുടിച്ചിട്ടില്ല. ന്യൂമോണിയ ബാധിച്ച ഭാര്യയ്ക്ക് ഒരു ഇൻസുലിൻ കൊടുക്കാൻ സമ്മതിച്ചില്ല. ഭാര്യ മരിച്ചോട്ടെ, എന്നാലും ഇംഗ്ലീഷ് ഗുളിക. എന്തുകൊണ്ട്? അതിൽ ഔഷധമല്ല. സത്യമല്ലേ? ഇത് കെമിക്കലേ ഉള്ളൂ, അത് വേണ്ട. മരിച്ചാലും മരിച്ചോട്ടെ, ഒരു വിശ്വാസമാണ്. അങ്ങനെ മനുഷ്യൻ മരിക്കൂല. മനുഷ്യൻ സമയത്തേലേ മരിക്കുള്ളൂ. ആ അചഞ്ചലമായ വിശ്വാസം മനുഷ്യനുണ്ട്. അതൊരു വിശ്വാസമാണ്. ആ വിശ്വാസം ഇപ്പം നമുക്കില്ല. ഗാന്ധിജിക്ക് പഠിച്ചവൻ്റെ വിശ്വാസം ഉണ്ടായിരുന്നു, നമുക്ക് ഇല്ലല്ലോ. മഹാനായ ഗാന്ധിജിക്ക് ഉണ്ടായിരുന്ന പഠിച്ചോനുള്ള വിശ്വാസം. അദ്ദേഹം പറഞ്ഞില്ലേ, എനിക്ക് ഭക്ഷണം കഴിക്കാതെ ജീവിക്കാൻ കഴിയും, ദൈവത്തോട് പ്രാർത്ഥിക്കാതെ ഒരു നിമിഷം എനിക്ക് ജീവിക്കാൻ കഴിയില്ല. ആ മനുഷ്യൻ പറഞ്ഞിട്ടുണ്ട്. ഒരു ഇംഗ്ലീഷ് കുറിച്ചിട്ടില്ല. അപ്പം എന്താ നമ്മളെ ആയിപ്പോയത്? എന്താ ഇന്നിപ്പോൾ നമ്മൾ വയസ്സന്മാർ ഒരു പ്രായം 40 കഴിഞ്ഞാൽ ഒരു 8, 10, 12 ഗുളിക ഇല്ലാത്തൊരു ദിവസം ഒരു നേരം ഉണ്ടാവില്ല. എന്നിട്ട് ഞാൻ ചോറിന് പകരം ഇല്ലേ? അത് സത്യമല്ലേ? ഒരു 8, 10 ഗുളിക അല്ലാതെ ഇല്ല. ഒരു ഗുളിക തൊള്ളേക്കിടെ വെള്ളം കുടിക്കുക. അടുത്തത് പിന്നെ എന്തിനാ ചോറിന്? എന്തിനാ ചോറിന് 8, 10 ഗുളിക? സത്യം. ഇൻഷുർ കാർഡും കൂടി ഉണ്ടെങ്കിൽ അവന് 30 ഉണ്ടാവും, 30 ഗുളിക ഉണ്ടാവും. സത്യം. കാരണം ഇൻഷുർ കാർഡ് ഉണ്ടെങ്കിൽ പിന്നെ ഡോക്ടർക്ക് എഴുതി കൊടുക്കുന്നതിന് ഒരു കണക്കും ഉണ്ടാവില്ല. ഇതൊന്നും നമ്മുടെ നാട്ടിലുള്ള, ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ഇതിന് ഇംഗ്ലീഷ് ഗുളിക എന്നറിയാം. ഇംഗ്ലീഷ് സംസ്കാരം തന്നെ നമ്മുടെ നാട്ടിൽ അടുത്ത കാലത്തിൽ വന്ന് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം, ഇംഗ്ലീഷ് മരുന്ന്, ഇംഗ്ലീഷ് രീതികൾ, ഇതൊക്കെ നമ്മുടെ നാട്ടിൽ വരുന്നത് അടുത്ത കാലത്തല്ലേ. ഒക്കെ എല്ലാം മാറിയില്ലേ. പിന്നെ നമ്മളെ 3 സമുദായം, ഹിന്ദുക്കൾ, മുസ്ലിം, ക്രിസ്ത്യാനികൾ, ഈ 3 സമുദായവും ഒരു 25 കൊല്ലം മുമ്പ് വരെ തറയിലിരുന്ന ഭക്ഷണം കഴിച്ചിരുന്നത്. മുസ്ലിങ്ങളാണെങ്കിൽ ഒരു കാല് വെച്ചിട്ട് ആ കാലിരുന്നിട്ട് വലത്തെ കാല് പൊന്തിച്ചു വെക്കും. ഹിന്ദുക്കളാണെങ്കിൽ കത്തിരിപ്പൂട്ടിൽ കാല് വെച്ചിട്ട് ഇരിക്കും. അല്ലേ? അങ്ങനെ തന്നെയല്ലേ? അല്ലേ? അങ്ങനെയല്ലേ? ഇതന്നെ ക്രിസ്ത്യാനികളും. ഇങ്ങനെയാണ് നമ്മളെ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ഭക്ഷണം കഴിച്ചിരുന്നത്. ഇന്ന് തറയിൽ ഒരാളെ കിട്ടും, ഭക്ഷണം കഴിക്കാൻ കിട്ടും. ഈ ഡൈനിങ് ടേബിൾ എന്ന സംവിധാനം ആരുടേതാ? നമ്മളതല്ലല്ലോ, ഇന്ത്യക്കാരുടെ സംവിധാനമല്ലല്ലോ. ഡൈനിങ് ടേബിളും കസേരയും സ്റ്റൂളും ഇട്ട് കഴിക്കുക എന്നുള്ളത് ഇംഗ്ലീഷുകാരുടെ സംവിധാനമാണ്. നമ്മുടേതേ അല്ല. നമ്മളതേ അല്ല. സ്പൂൺ കൊണ്ട് ഭക്ഷണം കഴിക്കൽ ഇംഗ്ലീഷുകാരുടെ സംവിധാനമാണ്. മുള്ള്
അപ്പം അതിനുള്ള മുള്ളുകളുണ്ടല്ലോ, അതുകൊണ്ട് കുത്തി കഴിക്കുക. അതൊക്കെ ഇംഗ്ലീഷുകാരുടെ സംവിധാനമാണ്. നമ്മൾ ഹിന്ദുക്കളും മുസ്ലിമീങ്ങളും ക്രിസ്ത്യാനികളും പച്ച കൈ കൊണ്ട് ചോറ് കറി ഇത് സാധനങ്ങൾ, അതിനെന്തൊക്കെ ഗുണങ്ങളുണ്ട് ഈ കൈ ഉപയോഗിച്ചാൽ. അതായത് കൈ അവിടെ നിന്ന് എണീക്കുന്ന സമയത്ത് ആ കൈ മുഴുവനും ഊമ്പിയെടുക്കും. ഒരു തരി ഭക്ഷണ പദാർത്ഥം കയ്യിലുണ്ടാവില്ല. ചില ആളുകൾ എന്നൊക്കെ നല്ല സൂക്ഷ്മതയുള്ള ആളുകൾ കൈയിൻ്റെ മേൽഭാഗത്തുള്ള ആ ഭക്ഷണത്തിൻ്റെ ഭാഗങ്ങൾ ഒരല്പം വെള്ളം അതിലേക്ക് ചേർത്ത് പിന്നെ പാത്രത്തിലും വെള്ളം ചേർത്ത് അത് കുടിക്കും. അപ്പോൾ ചുരുക്കത്തിൽ ഇങ്ങനെയൊക്കെയുള്ള ഭക്ഷണ പദാർത്ഥമാണ് നമ്മൾ ഭക്ഷണ രീതി. ആ രീതിയും പോയി. ഇപ്പം ആ രീതി ഇല്ല. ഇവർ വീട്ടിൽ അങ്ങനെ ചെയ്യുന്ന കുട്ടികൾക്ക് അത് ഇഷ്ടമില്ല. ഈ സംവിധാനങ്ങൾ നമ്മളെ പഴയകാല സംവിധാനങ്ങളൊക്കെ ഇല്ലാതാക്കി. ഇതുപോലെ മൂന്നാമത്തെ സാധനമാണ് കാച്ചിൽ. മലബാറിൽ പറയുന്ന കാവുത്ത്, കാച്ചിൽ. ആളുക എന്ന് ആയുർവേദത്തിൽ ആളുക എന്നാണ് പറയുക. ആളുക കാച്ചിൽ പല സൈസ് കാച്ചിലുകൾ കേരളം. തൂൺ കാച്ചിൽ, സുഗന്ധ കാച്ചിൽ, പായസ കാച്ചിൽ, നരക്കിഴങ്ങ് എന്നിങ്ങനെ ഒരുപാട് പ്രാദേശിക ഇനങ്ങളുണ്ട്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഗോത്രവർഗക്കാർ എന്താ പറയുക, കാച്ചിലിനെ ഒരു ഔഷധമായിട്ടും ഒരു മരുന്നായിട്ടുമൊക്കെ ഉപയോഗിച്ചു വരുന്നതാണ് കേരളത്തിൽ. അരി ആഹാരം ദുർലഭമായിരുന്ന കാലത്ത് കാച്ചിൽ ധാരാളം കഴിക്കുന്ന സമ്പ്രദായം കേരളത്തിലുണ്ടായിരുന്നു. ആളുക എന്ന് പറയും, വരാഹികാന്ത, ആളുക എന്നൊക്കെ പറയും. അത് ഒന്ന് ശീതവീര്യമുള്ള ഒരല്പം മധുരമുണ്ട്, ദോഷഫലം. ഇതിന് ശരീരവാദപിത്ത ദോഷങ്ങളെ ശാന്തമാക്കാൻ കഴിയും, രക്തസ്രാവത്തെ തടയും. കാവുത്ത് കഴിച്ചാൽ പൈൽസ് ഉണ്ടാവില്ല, രക്തസ്രാവം, അമിതമായ രക്തം പോക്ക് പ്രത്യേകിച്ച് പെണ്ണുങ്ങൾക്കൊക്കെ വളരെ നല്ലതാണ്. മനഃശോധന സുഗമമാക്കും. എല്ലാം ഇപ്പം ഈ പറഞ്ഞ 3 സാധനങ്ങൾ ഇതിൽ ഏറ്റവും മർമ്മാണ് എന്ത്? മനഃശോധന സുഗമമാക്കുക. മനഃശോധന സുഗമമായ ശരീരത്തിൽ ഒന്നും ഉണ്ടാവില്ല. 2 നേരം കൃത്യമായി വയറ്റുന്നവനുണ്ടോ ഒന്നും രോഗം ഉണ്ടാവില്ല. ഇന്നിപ്പം നമ്മൾ ഈ പെണ്ണുങ്ങളോട് നിങ്ങൾ അന്വേഷിച്ച് നോക്കി, ഈ പെണ്ണുങ്ങൾ കാണാൻ ഭംഗിയുണ്ടാവും, പക്ഷെ മനഃശോധന ക്ലിയർ ഉണ്ടാവില്ല. അതുകൊണ്ട് എന്താ പ്രശ്നം? അവരുടെ രക്തം പൊക്കെ ക്ലിയർ ആവില്ല, എല്ലാ രോഗങ്ങളൊക്കെ തടിയിലുണ്ടാവും. അമിതമായവർക്ക് ദേഷ്യം വരും.